2026 കുംഭമേള മഹോത്സവം കേരളത്തിൽ അരങ്ങേറുകയാണ്. യു.പിയിലൊക്കെ നടക്കുന്ന, വാരണാസിയിൽ നടക്കുന്നത് പോലെ തന്നെയുള്ള കുംഭമേള മഹോത്സവമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നവമുന്ത ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ ഒരു ക്ഷേത്രത്തിൽ മഹാമാഘ മഹോത്സവം, കുംഭമേള മഹോത്സവമായിട്ടാണ് ഇവിടെ കൊണ്ടാടുന്നത്. അപ്പോൾ നാനാ ദിക്കുകളിൽ നിന്നുള്ള അഘോരിമാരായിട്ടുള്ള സ്വാമിമാരെല്ലാം ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ 18-ാം തീയതി മുതലായിരുന്നു ഇതിൻ്റെ ഉദ്ഘാടനം സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഇന്നു മുതൽ ഫെബ്രുവരി 3-ാം തീയതി വരെ ഈ ഒരു ആഘോഷം ഇവിടെ നടക്കുകയാണ്. അപ്പോൾ എല്ലാവരെയും ഈ ഒരു കാഴ്ച കാണുവാൻ വേണ്ടിയിട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്. Presence had dignity and significance to this sacred gathering. We have note of dignitaries. They are present here. Our Honorable Governor, Sri Rajendra Vishwanath Arlekar Sir, Mahamandaleshwar Swami Anand, ഈ പുണ്യമായ വിധാനലക്ഷ്യത്തിലേക്ക് over darkness and knowledge over ignorance. To grace this sacred moment, may I invite our Honorable Chief Guest, our Kerala Governor, Dr. Rajendra Arlekar Sir, for the lamp lighting ceremony. सुंदर भावन मन में जगा दो, दीन दयालित सबको डावो, प्रेम रूप सुंदर धारा बहावो, मानव मन में ज्योति जगावो। जगदीश वास करो दीनों के दिल में, ईश्वर स्मृति दो, विद्या दान दो, मानव मन में परिशुद्धि देना, सत्यम शिवम नव चैतन्य देना. Thank you everyone. Now I would ഭാരതി സ്വാമികൾ, ദാമോദരേട്ടൻ, കേശവദാസ്ജി തുടങ്ങി വേദിയിലിരിക്കുന്ന വലിയരായവർക്കും കൊച്ചുകുട്ടികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഏതായാലും കഴിഞ്ഞ 10 വർഷങ്ങളായി നമ്മുടെ നവാമുകുന്ദൻ്റെ ഈ പുണ്യ സന്നിധിയിൽ മഹാമാഘമഹോത്സവ കുംഭമേളയായി മാതാ അമൃതാനന്ദമയി ദേവി ആചാര്യ രക്ഷാധികാരിയായും മഹാമണ്ഡലേശ്വർ സ്വാമി, അവദേശാനന്ദഗിരി മഹാരാജ് എന്നിവർ മുഖ്യ രക്ഷാധികാരികളായും
മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് സഭാപതിയായും ഈ വർഷം ആഘോഷിക്കുകയാണ്. ഏതായാലും സനാതന ധർമ്മത്തിൻ്റെയും യശസ്സും കരുത്തും ലോകമെമ്പാടും ഉദ്ഘോഷിച്ച 2025 പ്രയാഗ്രാജ് കുംഭമേളയെ തുടർന്ന് കേരളത്തിന്റെ കുംഭമേളയായ മാഘമഹ മഹോത്സവം കൂടുതൽ വിപുലമായ സംഘാടനത്തെ പൂർവികമായ ദിവ്യതയും പ്രൗഢയും വീണ്ടെടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. തീർച്ചയായിട്ടും ആ പരാശക്തിയെ തിരിച്ചറിഞ്ഞ് നമ്മുടെ ഈ ദേശത്തിന്റെ പ്രൗഢി ലോകമെമ്പാടുമുള്ള ഇതിലേക്ക് എത്തിക്കപ്പെടുക എന്ന ലക്ഷ്യത്തോടുകൂടി നടത്തുന്ന ഇത് വളരെ ഗംഭീരമായി നടത്തുവാൻ വരും വർഷങ്ങളിൽ നടത്തുവാനും ഈ വർഷം ഗംഭീരമായി നടത്തണം എല്ലാ ദേശവാസികളും നമ്മുടെ ഒപ്പം നിർന്ന് ഇരുകരകളിലും ഗംഭീരമായി കൊണ്ടാടുവാൻ സഹകരിക്കാൻ മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. मेरा सौभाग्य है कि मंच पर जिनके साथ बैठने का मुझे अवसर मिला, सौभाग्य मिला है, ऐसे श्री महामंडलेश्वर स्वामी आनंदवन भारती जी, ब्रह्मर्षि मोहन जी, श्री अरिकरा सुधीर नंबूद्री जी, जो इस माघ सभा के चेयरमैन हैं, वर्किंग चेयरमैन श्री के दामोदरन जी, श्री के केशवदास जी, श्री दिलीप राजा जी, सभागार में बैठे हुए स्वामी कृष्णानंद सरस्वती जी, स्वामी हंसानंद पुरी जी, स्वामी बालानंद भिरावन जी, माता अतुल्यम अमृता प्राण जी, स्वामी देवानंद पुरी जी, स्वामी श्रीदेव जी, संघ के प्रांत कार्यव ईश्वर जी, कालीरानंदा सरस्वती जी, साधु विनोदन, सभी उपस्थित प्रिय सहोदरी सहोदरन मारे नमस्कारम. डेटी भी है, सब कुछ यहाँ है, एंड दैट टू एट दिस रिवर. इस रिवर, इस नदी को क्या कहते हैं हम? Invited me, all of you have invited, and all of you have been listening very quietly, encouraging me also to follow Sanatana Parampara. That is why I am here. I just concluded by saying എല്ലാവർക്കും ആശംസകൾ. ആചാര്യപരമ്പരകളുടെ മുഴുവൻ നന്ദിയും രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന സംപൂജ്യ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ്. നമുക്കറിയാം, മഹാകുംഭമേള നമ്മുടെ ഭാരതത്തിന് നൽകിയ ഒരു ഉണർവ്, ആ ഉണർവിൻ്റെ ഒരു പാരിതോഷികം എന്ന രീതിയിൽ തന്നെ കേരള സമൂഹത്തിന് സമ്മാനിച്ച ഒരു വ്യക്തിത്വമാണ്, സന്യാസി വ്യക്തിത്വമാണ് ആനന്ദവനം ഭാരതി മഹാരാജ്. കേരളത്തിലെ കുംഭമേള മഹോത്സവം അല്ലെങ്കിൽ 2026 മഹാമാഘ മഹ ഉത്സവം, അതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്ഘാടന ചടങ്ങും മറ്റ് അറിയിപ്പുകളും വിശേഷങ്ങളുമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉത്സവം അതിൻ്റെ ഉദ്ഘാടനം ഇപ്പോൾ ജസ്റ്റ് അവസാനിച്ചു. അപ്പോൾ ഇനിയുള്ള ചടങ്ങുകളെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഈ ഒരു ബ്ലോഗിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.